ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ പുതിയ യാത്രാ നിയമങ്ങൾ നിലവിൽ വരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാന പാതയിൽ ഇറാൻ ഏർപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണങ്ങൾ ഭൗമരാഷ്ട്രീയമായും സാമ്പത്തികമായും വലിയ പ്രാധാന്യമർഹിക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ഒരു ചെറിയ ആശ്വാസകിരണമായിട്ടാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിനെ ലോകം കാണുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപം കൊണ്ട ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹോർമുസ് കടലിടുക്കിനായുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു. ഇതിന്റെ ഭാഗമായി IRGC പുറപ്പെടുവിച്ച പുതിയ നാവിഗേഷൻ മാർഗനിർദ്ദേശങ്ങൾ സമുദ്ര വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. സമുദ്ര മൈനുകളുടെ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ പുതിയ യാത്രാ ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായി പാതയൊരുക്കുക എന്നതാണ് ഇതിന്റെ ഔദ്യോഗികമായ ലക്ഷ്യമെങ്കിലും കടലിടുക്കിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള നീക്കമായും ഇതിനെ കാണാം. പുതിയ നിർദ്ദേശപ്രകാരം ലറാഖ് ദ്വീപിനെ കേന്ദ്രീകരിച്ചാണ് ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്. ഒമാൻ കടലിൽ നിന്നും പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾക്ക് ലറാഖ് ദ്വീപിന്റെ വടക്കു ഭാഗത്തുകൂടിയുള്ള പാത പിന്തുടരണം. ഗൾഫിൽ നിന്ന് എണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളുമായും പുറത്തേക്ക് പോകുന്ന കപ്പലുകൾ ദ്വീപിന്റെ തെക്ക് ഭാഗത്തുകൂടിയുള്ള പ്രത്യേക ഇടനാഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ. ഈ ഇടനാഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇറാനിൽ നാവികസേനയുമായി നിരന്തരം ബന്ധപ്പെടുമെന്ന വ്യവസ്ഥ കപ്പലുകളുടെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ ഇറാൻ അവസരമൊരുക്കുന്നു. ഏപ്രിൽ 8 പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ കരാർ പശ്ചിമേഷ്യയെ വലിയൊരു യുദ്ധത്തിൽ നിന്നും താൽക്കാലികമായെങ്കിലും മാറ്റി നിർത്തിയിരിക്കുകയാണ്. കരാർ പ്രകാരം ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ നിന്ന് അമേരിക്കയും ഇസ്രയേലും താൽക്കാലികമായി പിന്മാറും. പ്രതിഫലമായി ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയില്ലെന്ന് ഇറാൻ ഉറപ്പ് നൽകി. ഏപ്രിൽ 10 കപ്പൽ ഗതാഗതം ഭാഗികമായി പുനരാരംഭിക്കുന്നത് ആഗോള എണ്ണ വിപണിയിൽ വില കുറയാൻ സഹായിച്ചേക്കാം. എന്നിരുന്നാലും 2 ആഴ്ചത്തെ കാലാവധിക്ക് ശേഷം എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ട്രാൻസിറ്റ് ഫീസ് ഈടാക്കാനുള്ള ഇറാന്റെ ആലോചനയാണ് ഇപ്പോൾ പുതിയ വിഷയം. കടലിടുക്കിലെ സുരക്ഷാ ചെലവുകൾ കണ്ടെത്താനാണ് ഈ ഫീസ് എന്ന് ഇറാൻ വാദിക്കുമ്പോൾ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണിതെന്ന് ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. കപ്പലുകളിൽ നിന്ന് ചാർജ് ഈടാക്കുന്നതിനുള്ള ഒരു സംയുക്ത സംവിധാനത്തെക്കുറിച്ച് വാഷിംഗ്ടൺ ആലോചിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇത് ഇറാന്റെ ഫീസ് ഈടാക്കാനുള്ള അവകാശത്തിന് ഒരു പരിധിവരെ അംഗീകാരം നൽകുന്നതിനും തുല്യമാണ്. പകരമായി കടലിടുക്കിലെ സുരക്ഷാ മേൽനോട്ടത്തിൽ അമേരിക്കയ്ക്ക് പങ്കാളിത്തം ലഭിച്ചേക്കാം എന്ന തന്ത്രപരമായ നീക്കമാണിതെന്നും നിരീക്ഷകർ കരുതുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഏത് ചലനവും ലോകത്തെ പെട്രോൾ ഡീസൽ വിലകളെ നേരിട്ട് ബാധിക്കും. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി പ്രധാനമായും ഈ പാതയാണ് ആശ്രയിക്കുന്നത്. കടലിടുക്ക് ഭാഗികമായി മാത്രം തുറക്കുന്നത് എണ്ണ വിതരണത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇത് വിപണിയിൽ അനിശ്ചിതത്വം നിലനിർത്തും. സംഘർഷ സാധ്യതയുള്ള മേഖലയിലൂടെയുള്ള യാത്രയായതിനാൽ കപ്പലുകളുടെ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് ചരക്ക് നീക്കത്തിന്റെ ചെലവ് കൂടും. IRGC ആണ് ഈ പുതിയ യാത്രാ ഭൂപടം തയ്യാറാക്കിയതും നിയന്ത്രിക്കുന്നതും എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ സൈനികവും സാമ്പത്തികവുമായ കരുത്തിന്റെ പ്രതിഫലനമാണിത്. കടലിടുക്കിലൂടെ ഓരോ കപ്പലിനെയും നിയന്ത്രിക്കാനുള്ള അധികാരം IRGCക്ക് ലഭിക്കുന്നത് അമേരിക്കൻ സൈന്യത്തിന് മേഖലയിൽ വലിയൊരു വെല്ലുവിളിയാകും. സമുദ്ര മൈനുകൾ നീക്കം ചെയ്തോ എന്ന കാര്യത്തിൽ കൃത്യമായി ഉറപ്പ് ലഭിക്കാത്തതിനാൽ IRGC നിർദ്ദേശിക്കുന്ന പാതയിലൂടെ മാത്രം സഞ്ചരിക്കാൻ കപ്പലുടമകൾ നിർബന്ധിതരാകും. ഹോർമുസ് കടലിടുക്കിലെ പുതിയ നാവിഗേഷൻ നിയമങ്ങൾ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. വെടിനിർത്തൽ കരാർ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണെന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇറാൻ ഈ നടപടിയിലൂടെ കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ട്രാൻസിറ്റ് ഫീസ് സംബന്ധിച്ച ചർച്ചകളും പുതിയ റൂട്ടുകളുടെ സുരക്ഷിതത്വവും ആഗോള സാമ്പത്തിക രംഗത്തെ നിർണ്ണയിക്കും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പൂച്ചയും എലിയും കളി പശ്ചിമേഷ്യ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് ലോകം ഉറ്റുനോക്കുന്നു. എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടായാൽ അത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനാൽ ഈ നയതന്ത്ര ചർച്ചകൾ വിജയിക്കേണ്ടത് ലോകരാഷ്ട്രങ്ങളുടെ ആവശ്യമാണ്.